നമ്മുടെ അനുദിന ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണത്. നല്ല കാര്യങ്ങൾ നമ്മുടെ കാതോരത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് കേൾക്കുന്ന മൊമെന്റിൽ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം, വെച്ചോണ്ടിരിക്കരുത്. അതാണ് മറിയം പഠിപ്പിക്കുന്ന പാഠം. അങ്ങനെ പ്രാർത്ഥനയേക്കാൾ ഗുണം അറിയാമോ? ഇനി നമ്മളെ കുറിച്ച് മോശവും പറയും. ഈ നല്ലത് പറഞ്ഞത് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് മോശം പറയും. അപ്പൊ നമ്മൾ വാടത്തില്ല. കാരണം എന്താ? അപ്പോഴും നമ്മൾ ഇന്നിട്ട് പ്രാർത്ഥന വരും. നല്ലത് കേട്ടപ്പോ നമ്മൾ ചിരിക്കാൻ പോയില്ല, നല്ലത് കേട്ടപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പൊ സങ്കടം കേൾക്കുമ്പോഴോ അപ്പൊ നമ്മൾ കരയത്തില്ല, നമ്മൾ അപ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴും മറിയം അണുവിട ചലിക്കാഞ്ഞത്. നല്ല കാര്യം കേട്ടപ്പോഴും അവൾ പ്രാർത്ഥിച്ചു, സങ്കട നേരത്തും അവൾ ദൈവത്തെ വിളിച്ചു. നമുക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങളൊക്കെ ഒരു ദൈവസ്തുതിപ്പായിട്ട് മാറട്ടെ. നമ്മളല്ല സെന്റർ ഓഫ് അട്രാക്ഷൻ, നമ്മളല്ല ഫോക്കസ്, മറിച്ച് ദൈവത്തിങ്കിലേക്ക് എല്ലാ സ്തുതിപ്പും മഹത്വവും ഉന്നതങ്ങളിലേക്ക്. നമ്മുടെ